സ്റ്റുഡൻസ്, റോഡ് കർവ് എന്ന പാഠഭാഗത്തെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹൊറിസോണ്ടൽ കർവ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ വെർട്ടിക്കൽ കർവാണ് പറയാനുള്ളത്. വെർട്ടിക്കൽ കർവ് എവിടെയാണ് കൊടുക്കുന്നത്? ഇൻ്റർസെക്ഷൻ, ഒരു റോഡിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് ഡിഫറൻറ്റ് ഗ്രേഡിൽ കൂടിച്ചേരുന്ന ഇൻ്റർസെക്ഷനിലാണ് നമ്മൾ വെർട്ടിക്കൽ കർവ് കൊടുക്കുന്നത്. എന്താണ് ഒന്നുകൂടെ പറയാം. നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം അല്ലേ? ആ ഓരോ ഇൻ്റർസെക്ഷനിൽ ഓരോന്നും ഓരോ ലെവലിലാണെങ്കിൽ, വ്യത്യസ്തമായ ഗ്രേഡിലാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ കർവ്. വെർട്ടിക്കൽ കർവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ പ്രൊഫൈൽ എന്താവും? വളരെ സ്മൂത്തായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഓടുന്ന വാഹനങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രേഡിയൻറ്റ് ചേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് വെർട്ടിക്കൽ കർവാണുള്ളത്, സമ്മിറ്റ് കർവും വാലി കർവും. എന്താണ് സമ്മിറ്റ് കർവ്? ദ വെർട്ടിക്കൽ കർവ് ഹാവ് കോൺവെർസിറ്റി അപ്വേർഡ്. ഇങ്ങനെയായിരിക്കും ഈ കർവ് ഉണ്ടാവുക. കോൺവെർസിറ്റി, കോൺ ഭാഗം മുകളിലോട്ടാണെങ്കിൽ അതാണ് സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. സമ്മിറ്റ് കർവ് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും മുകളിലോട്ടായിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെർട്ടിക്കൽ കർവിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും മുകൾ ഭാഗത്തോടാണ് ഉണ്ടാവുക. നമുക്കറിയാം ഗ്രാവിറ്റി എപ്പോഴും താഴത്തോട്ടാണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെർട്ടിക്കൽ കർവിലൂടെ പോകുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനൊക്കെ ഈ ഒരു സമ്മിറ്റ് കർവിലൂടെ വളരെ കംഫർട്ടായിട്ട് പോവാം. യാതൊരുവിധ ഡിസ്കംഫർട്ടും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അടുത്തത് വാലി കർവാണ്. ദ വെർട്ടിക്കൽ കർവ് ഹാവിങ് ദ കോൺവെർസിറ്റി ഡൗൺവേർഡ്. താഴത്തോട്ടാണ് കോൺവെർസിറ്റി വരുന്നതെങ്കിൽ അതാണ് വാലി കർവ് എന്ന് പറയുന്നത്. ഇതിന് സാഗ് കർവ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓർത്തു വെക്കണേ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് താഴത്തോട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാ സമ്മിറ്റ് കർവ് ഡീറ്റെയിൽ ആയിട്ട് ആ ഫിഗർ, സമ്മിറ്റ് കർവിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. അത് കോൺവെർസിറ്റി അപ്വേർഡ് ആണെങ്കിൽ അത് സമ്മിറ്റ് കർവ്, കോൺവെർസിറ്റി ഡൗൺവേർഡ് ആണെങ്കിൽ വാലി കർവ്. ഇനി നമുക്ക് ഈ കർവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കാം. ആദ്യത്തേത് ബാക്ക് ടാൻജന്റ് ആണ്. ഓക്കെ, ദ ടാൻജന്റ് T1i ആൻഡ് ടാൻജന്റ് T1a അറ്റ് T1, ദ പോയിന്റ് ഓഫ് കോമൻസ്മെന്റ് ഓഫ് കർവ് ഈസ് കോൾഡ് ബാക്ക് ടാൻജന്റ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാ ഈ ഒരു ഭാഗമാണ് ബാക്ക് ടാൻജന്റ് എന്നത്. ഈ ഒരു ടാൻജന്റ് ഇതാ ഈ എ എന്ന പോയിന്റിലൂടെ പോകുന്ന ടാൻജന്റ് ആണ്. T1 എന്ന പോയിന്റിലൂടെ പോകുന്ന ടാൻജന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാക്ക് ടാൻജന്റ് എന്ന് പറയാം. നമുക്കറിയാം ഒരു കർവിൻ്റെ ഒരു പോയിന്റ് അല്ലെ, കർവിൻ്റെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ടാൻജന്റ്. അപ്പോൾ ഇതാണ് ബാക്ക് ടാൻജന്റ്. ഇനി ഫോർവേഡ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഫോർവേഡ് ടാൻജന്റ്. T2 എന്ന പോയിന്റിലൂടെ പോകുന്ന ആ ഒരു ടാൻജന്റ് ആണ് ഫോർവേഡ് ടാൻജന്റ്. ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് ഈ ബാക്ക്വേർഡ് ടാൻജന്റും ഫോർവേഡ് ടാൻജന്റും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്, അതായത് ഇതാണ് അല്ലേ? ആ സ്ഥലം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് പോയിന്റ് ഓഫ് കോമൻസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ബാക്ക് ടാൻജന്റും ഫോർവേഡ് ടാൻജന്റും കൂട്ടിമുട്ടുന്ന സ്ഥലം, അത്രയും ആലോചിച്ചാൽ മതി. ദ പോയിന്റ് വേർ ബാക്ക് ടാൻജന്റ് ആൻഡ് ഫോർവേഡ് ടാൻജന്റ് ഓക്കെ, ബാക്ക് ടാൻജന്റ് ആൻഡ് ഫോർവേഡ് ടാൻജന്റ് ആർ ഇന്റർസെക്ട് അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ദ പോയിന്റ് വേർ ബാക്ക് ടാൻജന്റ് വെൻ പ്രൊഡ്യൂസ് ഫോർവേഡ് ആൻഡ് ഫോർവേഡ് ടാൻജന്റ് വെൻ പ്രൊഡ്യൂസ് ബാക്ക്വേർഡ് മീറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ തന്നെ എഴുതിക്കോളാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനേഷനാണിത്, അത് തന്നെ എഴുതിക്കോളാം. അടുത്തത് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു ബാക്ക് ടാൻജൻറ്റും ഫോർവേഡ് ടാൻജൻറ്റും കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഇതാണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. കാരണം ഇതാണ് ബാക്ക് ടാൻജൻറ്റ്, ഫോർവേഡ് ടാൻജൻറ്റ്, അത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ.
അടുത്തത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ്. ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആംഗിൾ ത്രൂ വിച്ച് ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇത് ഡെൽറ്റ എന്ന് ഇതുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നോക്കൂ, ഇതാണിത്. ദ ആംഗിൾ ത്രൂ വിച്ച് ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ്, അല്ലേ? ഈ ഒരു ആംഗിളിലൂടെയല്ലേ ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. എങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ, അല്ലേ? ഈ ആംഗിൾ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, അടുത്തത് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ കർവ് ബാക്ക് ടാൻജൻറ്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗം. ദ പോയിന്റ് T1 where the curve originate from back tangent. നമുക്കറിയാം ഇത് ബാക്ക് ടാൻജൻറ്റ്, അല്ലേ? ഇവിടെ നിന്നും കർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഭാഗമാണ് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പോയിന്റ് ഓഫ് ടാൻജൻസി ഉണ്ട്. അതായത് ഇവിടെ എന്താണ്, പോയിന്റ് T2 ആണ്. അവിടെ കർവ് എന്ത് ചെയ്യും, ഫോർവേഡ് ടാൻജൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലം. അതായത് അതാണ് പോയിന്റ് ഓഫ് ടാൻജൻറ്റ്. ഇവിടെ ടാൻജൻസി, ഇവിടെ കർവ് ഫോർവേഡ് ടാൻജൻറ്റുമായിട്ട് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, ഇനി ഒരു പോയിന്റിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആംഗിൾ ബിറ്റ്വീൻ ബാക്ക് ടാൻജൻറ്റ് ആൻഡ് കോഡ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ടു ദ പോയിന്റ് ഓൺ ദ കർവ് ഈസ് കോൾഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ അതായത് ഇവിടെ എന്താ പറയുന്നത്, ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ, ഒരു എ എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഞാൻ പറയാം. എങ്ങനെയാണ് എ എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ? ഇവിടെയാണ് പോയിന്റ്, അല്ലേ? അപ്പം IT1A അതാണ് അവിടുത്തെ ആംഗിൾ. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിലെ ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു എ എന്ന പോയിന്റിൻ്റെ ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? IT1A ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളാം. ദ ആംഗിൾ ബിറ്റ്വീൻ ബാക്ക് ടാൻജൻറ്റ് ആൻഡ് കോഡ് ജോയിനിങ് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ഓഫ് കർവ്. അതായത് ഈ ബാക്ക് ടാൻജൻറ്റ് ഇതാണ്, അല്ലേ? പിന്നെ അതേപോലെ പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ഇതാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഇതവിടെ ഡെൽറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ആണ്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ഓഫ് കർവ്. അതായത് ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അവിടെ നിന്ന് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ഓഫ് കർവ് ആയിട്ട് കൂടിച്ചേർന്ന അതാണ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ലെങ്ത് ഓഫ് കർവ്, ഇതാണ് ലെങ്ത് ഓഫ് കർവ്, ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. അടുത്തത് ലോങ് കോഡ്. ലോങ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കോഡ് ജോയിനിങ് പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ആൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി. അതായത് നമുക്കറിയാം പോയിന്റ് ഓഫ് കോമ്പൻസ്മെൻറ്റ് ഇതാണ്, പോയിന്റ് ഓഫ് ടാൻജൻസി ഇതാണ്. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന കോഡാണ് ലോങ് കോഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മിഡ് ഓർഡിനേറ്റ് ആണ്. മിഡ് ഓർഡിനേറ്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് കർവ് ആൻഡ് ലോങ് കോഡ്. അതായത് ഒരു കർവിൻ്റെ മിഡ് പോയിന്റും ലോങ് കോഡും തമ്മിലുള്ള ഭാഗം. അതായത് കർവിൻ്റെ മിഡ് പോയിന്റ് ഇതാണ്, അല്ലേ? അതും ലോങ് കോഡിൻ്റെ ഭാഗവും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിഡ് ഓർഡിനേറ്റ് എന്ന് പറയാം. ഓർഡിനേറ്റ് ജോയിൻ മിഡ് പോയിന്റ് ഓഫ് കർവ് ആൻഡ് ലോങ് കോഡ് ഈസ് കോൾഡ് മിഡ് ഓർഡിനേറ്റ്. അടുത്ത നോർമൽ കോഡാണ്. നോർമൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർവിൽ രണ്ട് റെഗുലർ ആയിട്ടുള്ള പെഗ്ഗുകൾ പറഞ്ഞാൽ എന്താ? സ്റ്റേഷൻ മാർക്ക് ചെയ്യുന്ന സാധനം, അല്ലേ? അത് തമ്മിലുള്ള കോഡാണെങ്കിൽ അതാണ് നോർമൽ കോഡ്. ദ കോഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റെഗുലർ പെഗ് ഓൺ ദ കർവ്. ഒരു കർവിലുള്ള റെഗുലർ പെഗ്ഗുകൾ തമ്മിലുള്ള സക്സസീവ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നമ്മൾ നോർമൽ കോഡ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ നോർമൽ കോഡാണ് ഇങ്ങനെ.
ഇവിടെ ഒരു പെഗ് ഉണ്ടാവും, ഇവിടെ ഒരു പെഗും ഉണ്ടാവും. അത് തമ്മിലുള്ള കോഡാണ് നോർമൽ കോഡ്. ഇനി സബ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോർമൽ കോഡിനേക്കാളും ചെറിയ കോഡാണ് സബ് കോഡ്. അതും ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ, അപ്പെക്സ് ഡിസ്റ്റൻസ്. അപ്പെക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കർവിൻ്റെ സെൻറ്ററും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് കർവിൻ്റെ സെൻറ്ററും അല്ലെങ്കിൽ കർവിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം അല്ലേ, ആ കർവിൻ്റെ സെൻറ്ററും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അപ്പെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇത് അപ്പെക്സ് ഡിസ്റ്റൻസ് ആണ്, ഇത് മിഡ് ഓർഡിനേറ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്കിതിലുള്ളത്. താങ്ക് യു.